അതെ, പണ്ട് തൊട്ടേ എൻ്റെ പുരയിൽ കൊല്ലത്തിലാകെ ഒന്നോ രണ്ടോ തവണ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ കറിപ്പായസം. ഒന്ന് ബറാത്തിൻ്റെ അന്ന്, ഒന്ന് പ്രവാസി എൻ്റെ വാപ്പ നാട്ടിൽ വന്നാലും. അപ്പം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഇടയ്ക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയാലെന്താ ഇപ്പം പുതിയത് ഈ പിടിവിട്ടല്ലേ വലിയ രസമുള്ള പരിപാടി ഒന്നല്ല. ഞാൻ ആദ്യം 1 at a time പിന്നെ എക്സ്പീരിയൻസ് 2 at a time. പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരു ഐഡിയ ഉണ്ട്, ഒരു അസിസ്റ്റൻറ്റിനെ കൂട്ടിയാൽ ഇപ്പോൾ പണി വേഗം തീരും. നമ്മൾ ഈ ഉരുട്ടി വെച്ച പിടിയെല്ലാം സ്റ്റീം ചെയ്യണം. പിന്നെ കുറച്ച് കടലപ്പരിപ്പ് ഉപയോഗിച്ചേക്കണം, ശർക്കര പാനി ഉണ്ടാക്കിയേക്കണം, പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും. ഈ രണ്ടാം പാലിൽ കുറച്ച് അരി കലക്കണം. അങ്ങനെ നമ്മൾ രണ്ടാം പാലും ശർക്കര പാനിയോട് നല്ലോണം ഇളക്കി കുറുക്കിയെടുക്കണം. അതിലേക്ക് പിടിയും കടലപ്പരിപ്പും പിന്നെ കുറച്ച് നേന്ത്രപ്പഴം. നേരത്തെ പറയാൻ മറന്നു, ഈ കറിയിൽ ഏറ്റവും ടേസ്റ്റിൽ സാധനം നേന്ത്രപ്പഴം. പിന്നെ നിങ്ങൾ പിടി അഥവാ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ വെള്ളം കൊടുന്ന് കുഴച്ചാൽ മതി. അപ്പോൾ ഓരോ പിടിയും ഒറ്റക്കൊറ്റക്കാവും. അങ്ങനെ കുറച്ച് ജീരകം പൊടിച്ചതും ഏലക്കായും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നാം പാലും കൂടി ഒന്ന് ചൂടാക്കിയാൽ നമ്മളെ കറി സെറ്റായി. ഞാൻ പഴം മാത്രം എടുത്തിട്ട് എപ്പോഴും പ്രശ്നമായിട്ട് വീട്ടിൽ നിന്ന്. ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പണ്ടത്തെ രസമില്ല. ആദ്യമല്ലേ ബറാത്തിൻ്റെ അന്ന് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് കുറേ പായസവും കറിയും ചില വീട്ടിൽ സേമിയ ഉണ്ടാവും. അപ്പോൾ രക്ഷപ്പെടും. അതൊക്കെ കുടിച്ച് പൂസായി വന്ന് കിടന്നുറങ്ങി എണീച്ചല്ലേ പിറ്റേ ദിവസം രാവിലെ ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റിന് കറിയും കട്ടൻ ചായയും. സുഭാഷ്.